പത്തനംമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ അനന്തപുരി തറവാട് എത്തിയിട്ടുണ്ടല്ലോ. ആരും അറിയാതെയൊക്കെ ആദർശാണെങ്കിൽ അവിടെ വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആണെങ്കിൽ ആദർശാണെങ്കിലും മുത്തശ്ശനെ ആണെങ്കിലും നയനയും ദേവയാനിയൊക്കെ പോയി കണ്ട് അങ്ങനെ നമ്മൾ ആദർശം അവിടെ ഒളിച്ചൊക്കെ താമസിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഒരു വിവരം നമ്മൾ അബിക്കാണെങ്കിലും ജലജയ്ക്കും നവ്യയ്ക്കും ഉള്ളല്ലോ അറിയാത്തത്. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് ഒളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അബിയും ജലജയൊക്കെ ആണെങ്കിലും വന്ന് നമ്മളെ ദേവയാനിയുടെ മാലയൊക്കെ മോഷ്ടിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ സമയത്താണെങ്കിലും നമ്മൾ ആദർശ് ആണെങ്കിൽ ആ റൂമിലുള്ള കാര്യമൊന്നും അവർക്കാർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ദേവയാനിയും നയനയാണെങ്കിലും പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയം നോക്കിയാണ് നമ്മൾ ജലജയാണെങ്കിൽ അഭിയെടുത്ത് പറയുന്നുണ്ട്, ദേവയാനിയുടെ കയ്യിലൊരു മാലയുണ്ട്, അത് കുടുംബപരമായിട്ടോ കിട്ടുന്ന ഒരു മാലയാണ്, അതെന്തായാലും എനിക്ക് തന്നെ വേണം, ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അഭിയാണെങ്കിൽ പറയുന്നുണ്ടല്ലോ, അമ്മ ശരി അമ്മക്ക് അത് പോയി മോഷ്ടിച്ചെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പോയി മോഷ്ടിച്ചൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു വീഡിയോയും ഫോട്ടോസൊക്കെ ആണല്ലോ നമ്മൾ ആദർശമൊക്കെ ആണെങ്കിൽ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം ഇവർക്കാർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവർ ആ മാലയൊക്കെ എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ നയനയാണെങ്കിലും പിറ്റേ ദിവസമാണെങ്കിൽ ഇത് കണക്ക് നമ്മളെ ജലജയടുത്താണെങ്കിലും മാലയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പം നമ്മളെ ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ചുമ്മാ എന്നെ പറയുന്നത് എന്തിനാ, ഞാനാണെങ്കിൽ മാല എടുത്തെന്നൊക്കെ പറയുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട്, അത് നിങ്ങളല്ലേ എടുക്കത്തുള്ളൂ, അല്ലാതെ ഇവിടെ വേറെ ആരും എടുക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മൾ ആദർശാണെങ്കിലും ഞെട്ടിച്ചുകൊണ്ടാണെങ്കിലും ഇവർക്ക് മുമ്പിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദർശിനെ കാണുന്ന സമയത്ത് അബിയാണെങ്കിലും ജലജയാണെങ്കിലൊക്കെ ആണെങ്കിലും നല്ല ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇവരിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്, നീയല്ലേ പറഞ്ഞു ഇതെനക്ക് ആദർശ് അവിടെ ജയിലിലാണെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങളെന്താ വിചാരിച്ചത്, ആദർശാണെങ്കിൽ കാലകാലവും അവിടെ ജയിലിൽ കിടക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചതെന്ന് ചോദിക്കും. എനിക്കെന്തായാലും ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും എനിക്ക് നല്ല ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ, ഇപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ ആദർശിനെ കൊടുക്കാൻ നോക്കിയിട്ട് അവൻ പുല്ല് പോലെ അവൻ എന്തായാലും നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം മുത്തശ്ശനാണെങ്കിൽ അഭിയെടുത്തും ജലജയെടുത്തും ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ടോ, ഇന്നലത്തെ മോഷണം വളരെ കഷ്ടപ്പെട്ട് ആരും അറിയേണ്ടെന്നൊക്കെ പറഞ്ഞ് ചെയ്തതായിരുന്നല്ലേ, പക്ഷേ എല്ലാ തെളിവുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മൾ ആ ജലജ പറയുന്നുണ്ട്, അയ്യോ ഇവനിനി എന്ന് വന്നതാണോ എന്ന് എവിടെ താമസിച്ച് വെച്ചോ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ ഇനി സംസാരിച്ചതും കാര്യങ്ങളൊക്കെ ഇവന് എല്ലാം കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളിലൊക്കെ നമ്മൾ ജലജയെ നിൽപ്പുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ ആ ആദർശാണെങ്കിലും ഫോട്ടോ ഒക്കെ കാണിക്കുന്ന സമയത്താണെങ്കിലും അഭി പറയുന്നുണ്ട്, ഇത് നിങ്ങൾ AI ഉപയോഗിച്ചൊക്കെ ചെയ്തതായിരിക്കും, അല്ലാതെ ഞങ്ങൾ ഇത് എടുത്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ ആദർശ് പറയുന്നത്, അതെ നിങ്ങൾ ഇതുമല്ല ഇതിൻ്റെ അപ്പുറം പറയുന്നത് എനിക്കറിയാമല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഉൾപ്പെടെ വീഡിയോ വരെ ഞാൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഷോക്ക് ആവുന്നുണ്ട് നമ്മൾ അഭിക്കും ജലജയ്ക്കാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നല്ല ദേഷ്യം അങ്ങോട്ട് മുത്തശ്ശനും വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇവളെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കാര്യം വെച്ചാൽ അത്രയ്ക്കും അവളെ മനസ്സാണെങ്കിൽ ചീത്തയായിട്ടിരിക്കുകയാണ്, അവൾക്കാണെങ്കിൽ എല്ലാവരെയും നശിപ്പിക്കണം, ആരും നന്നാവുന്ന അവൾക്ക് കണ്ടുകൂടാ, അങ്ങനത്തുള്ളൊരു മനസ്സായിട്ടാണ് അവൾ നടക്കുന്നത്. അപ്പോൾ ഇനി ഇവളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനി പറയാനുള്ളത് നിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ നമ്മൾ അവിയെ ആണെങ്കിൽ 2-3 അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലും മുത്തശ്ശൻ ദേഷ്യമാണെങ്കിൽ അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.